130ാമത് മാരാമൺ കൺവെൻഷൻ അനുബന്ധിച്ച് മാർത്തോമാ യുവജന സഖ്യം മിസ്റ്ററുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മൈക്കപ്പ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഈ മാരാമൺ മണപ്പുറത്ത് വരുന്ന ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ ആത്മീയ ചൈതന്യം നൽകുന്നതോടൊപ്പം അവരുടെ ആരോഗ്യ സംരക്ഷണവും അവരെ പരിപാലിക്കുന്ന ഉത്തരവാദിത്തങ്ങളും മാർത്തോമാ യുവജന സഖ്യം മിസ്റ്റയിൽ കൂടി നടത്തുകയാണ്. മിസ്റ്റയുടെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ഷാനുവച്ചൻ, കൺവീനറായി പ്രവർത്തിക്കുന്ന സ്റ്റാൻലി, CA ലിബിൻ ട്രസ്റ്റ് ഇത്രയും എന്നോടൊപ്പം ഉണ്ട്. അപ്പോൾ ചെയർമാൻ അച്ഛൻ മിസ്റ്റയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു സബ് കമ്മിറ്റിയാണല്ലോ മിസ്റ്റ. മാർത്തോമാ യുവജന സഖ്യത്തിന്റെ സാമൂഹിക കടപ്പാടിന്റെ ഭാഗമായി രൂപം കൊണ്ട അതിശക്തമായ ഒരു സംഘടനയാണ്, ഒരു സബ് കമ്മിറ്റിയാണല്ലോ മിസ്റ്റ. വളരെ വ്യത്യസ്തമായ കാലിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളാണ് മിസ്റ്റയിലൂടെ ഈ കാലയളവിലും കഴിഞ്ഞ നാളുകളിലും ഈ സമൂഹത്തിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധ്യമായിട്ടുള്ളത്. ഈ കാലയളവിൽ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ മനസ്സിലാക്കി പ്രത്യേകിച്ച് സാമൂഹിക വികസന ലക്ഷ്യത്തോടുകൂടി മിസ്ഡ എന്ന ഈ പ്രസ്ഥാനം, ഈ സംഘടന പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് വയനാടിന്റെ പ്രദേശങ്ങളിൽ ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ സഹായങ്ങൾ എത്തിക്കുവാനായിട്ട് മിസ്ഡയിലൂടെ സാധിച്ചു. ഏകദേശം 10 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതായ സാധനങ്ങൾ കളക്ട് ചെയ്യുവാനും അത് യുവജനങ്ങളുടെ കരങ്ങളിലൂടെ കളക്ട് ചെയ്യുവാനും കൃത്യമായി പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളിൽ എത്തിക്കുവാനും സാധിച്ചു എന്നുള്ളതിൽ മിസ്ഡ അഭിമാനം കൊള്ളുകയാണ്. അതുപോലെ തന്നെ വയനാടിന്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യുവജന സഖ്യത്തിന്റെ ഭാരവാഹികൾ ആ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും ആവശ്യങ്ങളെയൊക്കെ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. പ്രത്യേകിച്ച് അവിടെ നടക്കുന്നതായ ഒരു മെഡിക്കൽ ക്യാമ്പ്, കുന്നംകുളം മദ്രാസൻ എല്ലാ മാസവും നടത്തി വരുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് മിസ്ഡ ഏറ്റെടുത്ത് ഈ കഴിഞ്ഞ മാസത്തെ ക്യാമ്പ് അത് ഏറ്റെടുത്ത് ചെയ്യുകയുണ്ടായി. അതോടെ തന്നെ വന്യജീവി ആക്രമണം ഇപ്പോൾ സമൂഹം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണല്ലോ. അങ്ങനെയുള്ള മേഖലകൾ സന്ദർശിക്കുകയും പ്രത്യേകിച്ച് വയനാട്ടിൽ കടുവയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട രാധയുടെ ഭവനം സന്ദർശിച്ച് ആവശ്യമായ ചെറിയ സഹായങ്ങളൊക്കെ നൽകുവാൻ ഇടയായിട്ട് തീർന്നു. മിസ്ഡയുടെ മറ്റൊരു പ്രവർത്തനമാണ് മൈക്കഫയിലൂടെ മാരാമൺ നിർവഹിക്കപ്പെടുന്നത്. രുചികരമായ ഭക്ഷണം, വൃത്തിയുള്ള ഭക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണം എന്നുള്ള വലിയ സന്ദേശം കാഴ്ചവെക്കുകയാണ്. ഈ മാരാമൺ വൃത്തിയായി സൂക്ഷിക്കുന്നത് മാർത്തോമാ യുവജന സഖ്യമാണ്, ക്ലീൻ മാരാമണിലൂടെ. അങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന ശുശ്രൂഷകളാണ് ഈ കാലയളവിൽ ഈ സാമൂഹിക ക്ഷേമ പ്രവർത്തന സംഘടനയായ അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുന്ന ഈ സബ് കമ്മിറ്റിയിലൂടെ യുവജന സഖ്യം ചെയ്തെടുക്കുന്നത് എന്നുള്ളൊരു ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം തുടർന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. മിസ്റ്റയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ പിന്തുണയും സഹായ സഹകരണങ്ങളും എല്ലാ യുവജനങ്ങളുടെയും പക്കൽ നിന്നുണ്ടാകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഈ മൈക്കഫയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ, ഇവിടെ പ്രവർത്തിക്കുന്ന നിങ്ങൾ ഓരോ കൗണ്ടറിൽ ശുശ്രൂഷ ചെയ്യുന്നവരും അതേപോലെ തന്നെ ഇവിടെ സാധനങ്ങൾ കൊണ്ടു കൊടുക്കുവാനും വാങ്ങുവാനും ഒക്കെ പോകുന്നവരും അതേപോലെ തന്നെ ഇവിടെ വിളമ്പുവാനായി നിൽക്കുന്ന യുവജനങ്ങളാണ്. അവരെല്ലാം തങ്ങളുടെ പഠനത്തോടൊപ്പം സമൂഹത്തോടുള്ള ഒരു കടപ്പാടിന്റെ, സഭയോടുള്ള ഒരു കടപ്പാടിന്റെ, ഈ സഖ്യത്തോടുള്ള തങ്ങളുടെ സ്നേഹത്തിന്റെ ഒക്കെ അടയാളമായി തങ്ങളുടെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെ ചെയ്യുന്ന സേവന ശുശ്രൂഷകളാണ്. അവരെ ഓർത്ത് ഞങ്ങളും അഭിമാനം കൊള്ളുകയാണ്, സന്തോഷിക്കുകയാണ്. നിങ്ങൾക്കും ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ മാർത്തോമാ സഭയിലെ എല്ലാ യുവതി യുവാക്കളും ഈ പ്രവർത്തനങ്ങൾ തങ്ങളുടെ ആവശ്യമായ എല്ലാ സഹകരണം നൽകണം. ഇനിയുള്ള വർഷങ്ങളിലും മിസ്റ്റയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. അതോടൊപ്പം സാമ്പത്തികമായ ആവശ്യങ്ങളും നിങ്ങൾ നൽകണമേ. മറ്റൊരു പ്രവർത്തനമാണ്, നമ്മളിപ്പോ ഒരു വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റയുടെ ആഭിമുഖ്യത്തിലെ കാരമല എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മളൊരു ഭവനം, വീടില്ലാതിരുന്ന ഒരു വ്യക്തിക്ക് ഒരു ഭവനം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളാകുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷ ഈ മിസ്റ്റയിലൂടെ ചെയ്തെടുക്കുന്നു. ഈ കൗണ്ടറിൽ തന്നെ നിങ്ങൾ ഫുഡ് സ്റ്റാളിന്റെ ഒരു സൈഡിൽ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇവിടെ സന്ദർശിക്കുന്നവരൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. മാർത്തോമാ യുവജന സഖ്യത്തിന് അഭിമാനകരമായ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട ബിനോയ് അച്ഛൻ, ട്രഷററായി പ്രവർത്തിക്കുന്ന CA ലിബിൻ,
വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുന്ന റവറൻ ഡോക്ടർ എബ്രഹാം സി പുളിക്കത്തിയാച്ചൻ, ഇസ്ലയുടെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാൻലി, അവരെയൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നുള്ള നാളുകളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഈ മിസ്ബായിക്കും അതോടൊപ്പം തന്നെ മാർത്തോമ യുവജന സഖ്യത്തിന് നൽകണമേ എന്ന് അപേക്ഷിച്ചും കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു.